നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖറിയ പ്രവചനം 7-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദാര്യാവേശ് രാജാവിന്റെ 4-ാം ആണ്ടിൽ കിസ്ലേവ് എന്ന 9-ാം മാസം 4-ാം തീയതി സഖറിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ബഥേൽക്കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സാരേസരിനെയും രേഗം മേലേക്കിനെയും അവരുടെ ആളുകളെയും അയച്ച് സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വരുന്നത് പോലെ 5-ാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഈ 70 സംവത്സരമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെ ഉപവസിച്ചത്. നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയല്ലയോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്? യെരൂശലേമിനും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേ ദേശത്തിനും താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിപ്പിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടത് അല്ലയോ? യഹോവയുടെ അരുളപ്പാട് സഖറിയാവിനും ഉണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താന്താന്റെ സഹോദരനോട് ദയ കാണിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുവിൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവെങ്കിൽ നിന്ന് ഒരു മഹാകോപം വന്നു. ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പോലെ തന്നെ അവർ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ലതാനും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഒരു ചുഴലിക്കാറ്റുകൊണ്ട് അവരെ അവർ അറിയാത്ത സകല ജാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു. ദേശമോ പോക്കുവരത്തില്ലാതെ വണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായി തീർന്നു. അങ്ങനെ അവർ മനോഹര ദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു. ദാര്യാവേശ് രാജാവ് ബാബേലിൽ അധികാരമേറ്റിട്ട് 4 വർഷവും 9 മാസവും കഴിഞ്ഞ് സഖറിയാവിനുണ്ടായ അരുളപ്പാടാണ് ഈ അധ്യായം. ബേഥേലിൽ പാർത്തിരുന്ന ആളുകൾ 2 നേതാക്കളെയും കുറെ ആളുകളെയും യെരൂശലേമിലെ പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും അടുത്തേക്ക് അയച്ചിട്ട് ചോദിച്ചു, ഞങ്ങള് 5-ാം മാസത്തിൽ യെരൂശലേമിൽ വന്ന് കരയുകയും ഉപവസിക്കുകയും ചെയ്യട്ടെ? ജനം ബാബെ പ്രവാസത്തിൽ ആയിരുന്നപ്പോൾ ഇവിടെ ശേഷിച്ചിരുന്ന അവർ കഴിഞ്ഞ 70 വർഷങ്ങളിലും 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഒക്കെ കരയുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴാണ് സഖറിയാവിന് അരുളപ്പാടുണ്ടായത്. ദൈവം ചോദിച്ചത്, നിങ്ങൾ എന്നെ ന്യായപ്രമാണത്തെ ബഹുമാനിക്കാതെ കരഞ്ഞിട്ടും ഉപവസിച്ചിട്ടും എന്ത് കാര്യം? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതോ കഴിക്കാതിരിക്കുന്നതോ നിങ്ങൾക്ക് വേണ്ടിയല്ലയോ? ഉപവാസത്തെക്കാൾ ഞാൻ പ്രിയപ്പെടുന്നത് വചനം അനുസരിക്കുന്നതാണ്. നിങ്ങൾ സഹോദരന്മാരുടെ ദയയും കരുണയും കാണിക്കുക, നേരോടെ ന്യായപാലനം നടത്തുക, അനാഥരെയും വിധവകളെയും പരദേശികളെയും ദരിദ്രരെയും ആദരിക്കുക, ആരെയും പീഡിപ്പിക്കാതിരിക്കുക, സഹോദരന്മാരുടെ പകയും നീരസവും വയ്ക്കാതെ അവരെ സ്നേഹിക്കുക. അവരുടെ ചടങ്ങായ ഉപവാസത്തെ നിരുത്സാഹപ്പെടുത്തിയത് അവർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ സഖറിയാവ് അവരുടെ മുൻഗാമികൾക്കുണ്ടായ ദോഷം അവരെ ഓർപ്പിച്ചു. അവരോട് പ്രവാചകരിലൂടെ ദൈവം സംസാരിച്ചത് കേട്ട് അവർ അനുദപിക്കാനും യഥാസ്ഥാനപ്പെടാനും കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് അവരെ കാറ്റത്ത് പതിരെന്ന പോലെ പല രാജ്യത്തേക്കും പറപ്പിച്ചത്. ദേശം നിവാസികളില്ലാതെ ശൂന്യമാകുകയും ചെയ്തു. അതുകൊണ്ട് ചടങ്ങുകളിൽ തൃപ്തിപ്പെടാതെ വചനത്തിലേക്ക് മടങ്ങി വരാൻ ആഹ്വാനം ചെയ്ത് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവും ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങളെയാണ്. യേശു പറഞ്ഞു, ഈ തലമുറയെ ഞാൻ ഏതിനോടാണ് ഉപമിക്കേണ്ടത്? യോഹന്നാൻ സ്നാപകൻ വന്ന സമയത്ത്, പ്രസംഗിച്ച സമയത്ത് അവര് മാറത്തടിക്കുകയും മനസ്സാന്തരപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ അത് യേശു ഒരു കള്ളപ്രവാചകനാണ്, ഭ്രാന്തനാണ്, ശമര്യനാണ്, ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്, രാജാവാകാൻ ആഗ്രഹിക്കുന്നവനാണ്, ഇതൊക്കെയാണ് അവര് പറഞ്ഞത്. ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് ഒരു ഭാഗത്തെ കുട്ടികൾ മാറത്തടിക്കുന്നു, മറുഭാഗത്തെ കുട്ടികൾ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ വിലാപം പാടുന്നു. ഇങ്ങനെ, അതായത് അഭിനയമായിട്ട് കരയുകയും ചിരിക്കുകയും അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. ഇസ്രായേൽ അതുപോലെയാണ് എന്നാണ് യേശു പറഞ്ഞത്. എല്ലാം അഭിനയം അല്ലെങ്കിൽ സമ്പ്രദായം. അവര് പ്രവാചകനോട് ഒന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ 7-ാം മാസം കരയട്ടെ, അല്ലെ 5-ാം മാസം കരയട്ടെ എന്നാണ്. കരച്ചിലൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകേണ്ടതല്ലേ, അല്ലാതെ അത് ഒരു ചടങ്ങായിട്ട് ചെയ്യേണ്ടതാണോ? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് ദൈവവചനപ്രകാരം മാനസാന്തരപ്പെട്ട് കർത്താവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആളുകൾക്കെല്ലാം സാധിക്കണം. അല്ലാതെ പിതാക്കന്മാർ ചെയ്തു പോകുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു, ദൈവം അതിനെ അംഗീകരിക്കുമെന്ന് വിചാരിക്കരുത്. യേശു സമ്പ്രദായങ്ങളെ വിശദമായി വിമർശിച്ചു. അതുകൊണ്ട് പിതാക്കന്മാർ ചെയ്തു പോകുന്നതിൽ തൃപ്തിപ്പെടാതെ ഓരോരുത്തരും കർത്താവിനെ അന്വേഷിച്ച് കണ്ടെത്തി സ്നേഹിച്ച് അനുസരിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.